ഇന്ന് ലീവായിരുന്നു. അപ്പോൾ ഞാന് ഇത് ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. ഇത് ഒരു തെർമോക്കോളിന്റെ ബോക്സ്, ഒരു ചൂടാറ പെട്ടിയാ, ഭക്ഷണമൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇതൊരു പഴയ ബോക്സാ. അതിന് പുറത്ത് ഞാനൊരു ന്യൂസ് പേപ്പറൊക്കെ ഒട്ടിച്ച് ഉഷാറാക്കി എടുത്തതാ. അപ്പൊ ഇത് തെർമോക്കോളിന്റെ ബോക്സാ, കണ്ടില്ലേ? അപ്പൊ ഇതിന്റെ ഉള്ളില് ഇങ്ങനെയാണ് ഉണ്ടാവും, നനഞ്ഞ തുണിയാ, നനഞ്ഞ ബനിയൻ ക്ലോത്താണിത്, നനഞ്ഞ ബനിയൻ ക്ലോത്താ. അപ്പൊ നനച്ച് പിഴിഞ്ഞിടുന്നതാണ്. പിന്നെ ഇതാ പ്ലാസ്റ്റിക് കവറിലാണ്. ഇത് ഞാൻ ഇവിടെയാണ് കളിമണ്ണ് സൂക്ഷിച്ചിട്ടുള്ളത്. അല്ല, ഇതിപ്പോ മാസങ്ങളോളായി ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. തെർമോക്കോളിന്റെ ബോക്സ് ഇല്ലെങ്കിലും പറ്റും. പിന്നെ നല്ല അടപ്പുള്ള ഒരു ബക്കറ്റോ, പ്ലാസ്റ്റിക് ബക്കറ്റോ എന്തെങ്കിലും ആയാലും മതി. ഒരു കാര്യം ശ്രദ്ധിക്കണം, വെയില് കൊള്ളരുത്, പിന്നെ മഴ നേരിട്ട് കൊള്ളരുത്, ഓവർ ആവരുത് ഒന്നും. പിന്നെ ഇടയ്ക്ക് 1-2 ദിവസം കൂടുമ്പോഴൊക്കെ ഈ ബനിയൻ ക്ലോത്തിലെ നനവ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഈ നനവ് അങ്ങനെ നിലനിർത്താം. അങ്ങനെയാണെങ്കിൽ വർഷങ്ങളോളം തന്നെ ഇരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ഞാൻ കളിമണ്ണ് ഉണങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു ടെക്നിക്ക്. ഇനി ആർക്കെങ്കിലും വല്ല ടെക്നിക്ക് ഉണ്ടെങ്കിൽ പറയാം. അപ്പോ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, ഇത് എൻ്റെ ഒരു രീതി മാത്രമേ ഞാൻ പറഞ്ഞത്.